ദൈവവചനത്തിന് മുൻപിൽ പാപത്തിൻ്റെ ശക്തികൾ കീഴടങ്ങും. ദൈവവചനത്തിന് മുൻപിൽ മരണത്തിൻ്റെ ശക്തികൾ കീഴടങ്ങും. മരണവും വചനവും നേർക്കുനേർ വന്നാൽ മരണം വചനത്തിന് മുൻപിൽ കീഴടങ്ങും. യേശു കർത്താവ് ലാസർ മരിച്ച 4-ാമത്തെ പകൽ, നാറ്റം വെച്ച പകൽ ബഥാനിയിലേക്ക് വന്നു. യേശു കർത്താവ് ലാസറിൻ്റെ കല്ലറയ്ക്കിൽ നിന്നുകൊണ്ട് വിളിച്ചു, ലാസറേ പുറത്തു വരിക. പ്രിയപ്പെട്ടവരെ, ലാസറിനെ മരണം കീഴ്പ്പെടുത്തിയ പകൽ, ആ ശരീരം അഴുകിയ നാറ്റം വെച്ച പകൽ, ദൈവത്തിൻ്റെ വചനം കല്ലറയ്ക്ക് മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. യേശു പറഞ്ഞു, ലാസറേ പുറത്തു വരിക. ആ ദൈവശബ്ദത്തിന് മുൻപിൽ, വചനത്തിന് മുൻപിൽ മരിച്ചവൻ പുറത്തു വന്നു. അതെ, ദൈവവചനത്തിന് മുൻപിൽ മരണത്തിൻ്റെ ശക്തികൾ കീഴടങ്ങും. ഇന്നു പകൽ നിങ്ങളെ തളർത്തുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കാമോ? എന്താണ് ദൈവം നമുക്ക് നൽകുന്ന വചനം? സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ സമാധാനത്തിനായിട്ടുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അസാധ്യതകളുടെ നടുവിൽ ഇനി ഒരിക്കലും ഈ രോഗത്തിൽ നിന്നൊരു വിടുതലുണ്ടാകില്ലെന്ന വൈദ്യശാസ്ത്രം വിധി എഴുതിയ നിങ്ങളുടെ വിഷയത്തിൻ്റെ നടുവിൽ നിങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന വചനത്തെ വിശ്വസിച്ച് ആ വചനത്തിൽ തന്നെ അടിയുറച്ചു നിന്നാൽ, പ്രിയപ്പെട്ടവരെ, രോഗത്തിൻ്റെ ശക്തികൾ ദൈവവചനത്തിന് മുൻപിൽ കീഴടങ്ങും. ദൈവവചനത്തിന് മുൻപിൽ കീഴടങ്ങാത്തതൊന്നും ഈ ഭൂമിയിലില്ല. യേശുവിൻ്റെ മുൻപിൽ സകലവിധ ദീനക്കാരും സൗഖ്യമായി. യേശുവിൽ വിശ്വസിച്ചവർ ദൈവശക്തി അനുഭവിച്ചു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. അതെ, ഇന്ന് പകൽ ദൈവവചനത്തെയും അതിൻ്റെ ശക്തിയെയും പിടിച്ചു കെട്ടുവാൻ മരണത്തിന് പോലും ശക്തിയില്ല. ഇന്ന് പകൽ നിങ്ങളുടെ അസാധ്യതകളെ നോക്കി, നിങ്ങളുടെ ശൂന്യതകളെ നോക്കി നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വിളിച്ചു പറയുക. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതാണ്. ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. ദൈവ വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.